പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 18-ാം ദിവസം ഒരിക്കൽ ജോസഫാത്തിൻ്റെ താഴ്വരയിൽ യേശു മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആസനസ്ഥനാകും. പക്ഷേ ഇപ്പോൾ അവിടുന്ന് പരിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിൻ്റെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഒരു സാധാരണ ഇടയനോടുള്ള സ്നേഹത്താൽ ഒരു രാജാവ് ആ ഇടയൻ്റെ ഗ്രാമത്തിൽ എഴുന്നള്ളിയിരിക്കെ തന്നെ കാണുവാൻ രാജാവ് അതിയായി ആഗ്രഹിച്ചിരുന്നെന്നും അതിനായി അദ്ദേഹം തുടർച്ചയായി ഈ ഗ്രാമത്തിൽ വരാറുണ്ടായിരുന്നുവെന്നും അറിഞ്ഞിട്ടും അയാൾ കൂടെ രാജാവിനെ സന്ദർശിക്കുന്നില്ലെങ്കിൽ അയാൾ എത്ര നന്ദിഹീനനായ മനുഷ്യനായിരിക്കും. ഓ എൻ്റെ ഈശോയെ, എന്നെ പ്രതിയുള്ള സ്നേഹത്താലാണ് അങ്ങ് ഈ അൾത്താരയിൽ ദിവ്യ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനാൽ രാത്രിയും പകലും എനിക്ക് സമയം കിട്ടുമ്പോഴും ഞാൻ അങ്ങയുടെ പക്കൽ വരേണ്ടതല്ലേ. ഓ നാഥേ, മാലാഖമാർ പോലും തങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ സ്വയം നഷ്ടപ്പെട്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നില്ലെങ്കിൽ എന്നോടുള്ള സ്നേഹത്താലാണ് അങ്ങ് ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നെന്ന വസ്തുത അങ്ങയെ പ്രസാദിപ്പിക്കുവാനും ചുരുങ്ങിയ പക്ഷം ഇവിടെയായിരുന്നു കൊണ്ട് അങ്ങ് എന്നോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും പ്രകീർത്തിക്കുവാനും എന്നെ പ്രാപ്തനാക്കേണ്ടതല്ലയോ. മാലാഖമാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഓ കൂദാശയാകുന്ന ദൈവമേ, മാലാഖമാരുടെ ഭോജ്യമേ, സ്വർഗീയ അപ്പമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പക്ഷേ എൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് സംതൃപ്തനാകുന്നില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പക്ഷേ എൻ്റെ സ്നേഹം വളരെ തുച്ഛമാണ്. എൻ്റെ ഈശോയെ, ഞാൻ എന്താണോ സ്നേഹിക്കുന്നത് അതിൻ്റെ അനന്ത നന്മയും സൗന്ദര്യവും ഞാൻ തിരിച്ചറിയുന്നുവെന്ന് അങ്ങ് ഉറപ്പുവരുത്തണമേ. ലൗകിക ആഗ്രഹങ്ങൾക്കു നേരെ എൻ്റെ ഹൃദയം അടയ്ക്കുവാനും അങ്ങയുടെ ദിവ്യസ്നേഹത്തിനു വേണ്ടി അത് പൂർണ്ണമായി തുറന്നിടുവാനും എന്നെ സഹായിക്കണമേ. അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ നിറയ്ക്കുവാനും അങ്ങയെ പൂർണ്ണമായി എന്നോട് ഐക്യപ്പെടുത്തുവാനും എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഈ അൾത്താരയിലേക്ക് എഴുന്നള്ളുന്നുവല്ലോ. അതെന്നെ അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും അങ്ങയെ മാത്രം ആരാധിക്കുവാനും അങ്ങയെ മാത്രം പ്രസാദിപ്പിക്കുവാനും പര്യാപ്തമാക്കേണ്ടതാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിന് പ്രതിഫലം നൽകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിലേക്കും അങ്ങയെ പ്രസാദിപ്പിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹത്തിലേക്കും നയിക്കത്തക്ക രീതിയിൽ എനിക്ക് കൂടുതൽ സ്നേഹവും കൂടുതൽ തീഷ്ണതയും നൽകുക. സുകൃതജപം. സ്നേഹനിധിയായ ഈശോയെ, എനിക്ക് സ്നേഹം നൽകുക. സ്നേഹനിധിയായ ഈശോയെ, എനിക്ക് സ്നേഹം നൽകുക. സ്നേഹനിധിയായ ഈശോയെ, എനിക്ക് സ്നേഹം നൽകുക. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ
അരൂപിയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദരിദ്രരായ മനുഷ്യർ രോഗഗ്രസ്തരാകുമ്പോൾ എല്ലാവരാലും പരിത്യജിക്കപ്പെടുകയും ധർമ്മസ്ഥാപനങ്ങൾ മാത്രം അവർക്ക് അഭയം നൽകുകയും ചെയ്യുന്നു. ഏറ്റവും നിസ്സഹായരായ പാപികളും അങ്ങനെ തന്നെയാണ്. എല്ലാവരാലും പരിത്യക്തരായാലും കാരുണ്യം നിറഞ്ഞ മറിയം അവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അതിനു വേണ്ടിയാണ് ദൈവം അവളെ ഈ ലോകത്തിൽ നൽകിയത്. പാപികൾക്ക് രക്ഷാസങ്കേതവും അഭയസ്ഥാനവുമാകുന്നതിനു വേണ്ടി വിശുദ്ധ ബാസിൽ പറയുന്നു, ദൈവം മറിയത്തിൽ പാപികൾക്ക് ഒരു ആരോഗ്യ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വിശുദ്ധ എഫ്രൈം മറിയത്തെ വിളിക്കുന്നത് പാപികളുടെ വിശ്രമ സങ്കേതമെന്നാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ രാജ്ഞി, അങ്ങയുടെ സഹായത്തിനു വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ പാപങ്ങൾ കാരണം എന്നെ അങ്ങേക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. നേരെ മറിച്ച് ഞാൻ എത്രമേൽ പാപിയാണോ അത്രമേൽ അങ്ങേ ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട സങ്കേതമായി ദൈവം അങ്ങേ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനാൽ ഓ മറിയമേ, ഞാൻ അങ്ങയുടെ പക്കൽ സഹായത്തിനണയുന്നു. അങ്ങയുടെ മേലങ്കിയുടെ കീഴിൽ ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് പാപികളുടെ സങ്കേതമായിരിക്കുന്നതുകൊണ്ട് അങ്ങ് എൻ്റെ രക്ഷയുടെ പ്രത്യാശയായിരിക്കുക. അങ്ങ് എന്നെ ദൂരെ അകറ്റുന്നുവെങ്കിൽ പിന്നെ ഞാൻ ആരുടെ പക്കലേക്ക് പോകും? സുഹൃത ജപം. മറിയമേ എൻ്റെ സങ്കേതമേ, എന്നെ രക്ഷിക്കണമേ. മറിയമേ എൻ്റെ സങ്കേതമേ, എന്നെ രക്ഷിക്കണമേ. മറിയമേ എൻ്റെ സങ്കേതമേ, എന്നെ രക്ഷിക്കണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനെ നമുക്ക് ചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ,
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.